ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ഇവിടെ നിരവധി വിശ്വാസങ്ങളുണ്ട്. ഈ നിരവധി വിശ്വാസങ്ങളുള്ളവരുടെ കൊറോണ സമയത്ത് പ്രധാനമന്ത്രി ദീപം തെളിയിക്കാൻ പറഞ്ഞു. യോജിച്ചവരും വിയോജിച്ചവരും ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് പ്രധാനമന്ത്രി ദീപം തെളിയിക്കാൻ പറഞ്ഞു. യോജിച്ചവരും വിയോജിച്ചവരും കൊറോണയ്ക്ക് ദീപം തെളിയിക്കാൻ പറഞ്ഞതിലും വിമർശനമുണ്ട്. ഈ കൊറോണയ്ക്ക് ദീപം തെളിയിക്കാൻ നിങ്ങൾ പറഞ്ഞു ആഹ്വാനം ചെയ്യുമ്പോൾ മുഴുവൻ ആൾക്കാരോടും ആഹ്വാനം ചെയ്യണം. ഇത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയല്ല, 2024ലേക്കുള്ള റോഡ് ഷോ അല്ല എന്നൊന്ന് പറയാൻ പറ്റുമോ? അല്ലല്ലോ, തിരഞ്ഞെടുപ്പ് അജണ്ടയാണല്ലോ, അല്ലേ? അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞത് ഒരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ആ ക്ഷേത്രം എന്ന് പറയുന്നത് പള്ളി പൊളിച്ച് അമ്പലം പണിയുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അക്രമത്തിലൂടെ അക്രമകാരികളാണ് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുണ്ടോ? ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല വിധി പ്രഖ്യാപിച്ചതെന്ന് സ്മൃതിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? തെളിവുകൾ വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് തരാം. താങ്കൾ പറയൂ. ആ പള്ളി എന്ന് പറയുന്ന സ്ട്രക്ചർ നിന്നതിന്റെ താഴെ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള വലിയൊരു സ്ട്രക്ചർ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതി മാത്രമല്ല, 2010 അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിലും അതുണ്ട്. 1886 ഫൈസാബാദ് ജില്ലാ കോടതിയുടെ വിധിയിലും അതുണ്ട്. സ്മൃതി വേണമെങ്കിൽ എടുത്ത് പരിശോധിച്ചു നോക്കണം. കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ പള്ളിയുടെ താഴെ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള സ്ട്രക്ചർ നിന്നിരുന്നു എന്നുള്ള കാര്യം. കോടതിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നത് രണ്ട് വിഷയങ്ങളിലാണ്. പള്ളിയിലേക്ക് പ്രതിഷ്ഠ കൊണ്ടുവച്ചതിനെ കുറിച്ചൊക്കെ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾ പറഞ്ഞത് അന്തിമ വിധി ഞങ്ങളുടെ നിലപാടിന് ഞാൻ പറയട്ടെ, കോടതി പറഞ്ഞിട്ടുണ്ട് 1857 മുതൽ അകത്ത് ശ്രീരാമ പൂജ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. വിധിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് BJP ആണ്. ശ്രീ യുവരാജ് ഗോകുൽ അല്ലേ? 1949 കാര്യം എന്താണ് പറയാത്തത്? സ്മൃതി സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഞാൻ സ്മൃതിക്ക് പറഞ്ഞു തരുന്നത്. 1857 മുതൽ ഔട്ടർ കോർട്ട്യാർഡ് പറയുന്ന പൊസിഷൻ ഹിന്ദുക്കളുടെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇന്നർ കോർട്ട്യാർഡ് ഈ പറയുന്ന തർക്കം ആ പറയുന്ന പള്ളിക്കകത്തുള്ള ശ്രീ യുവരാജ് ഗോകുൽ, അത് എന്താണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? 1949 കാര്യം എന്താണ് കേൾക്കാൻ പറയുന്നത്? ഒരു കാര്യവും കൂടിയുണ്ട്. ആ ഇന്നർ കോർട്ട്യാർഡ് മുസ്ലിംസിന്റെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നില്ല. അതിന് തെളിവില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഔട്ടർ കോർട്ട്യാർഡ് ഹിന്ദുസിന്റെ എക്സ്ക്ലൂസീവ് പൊസിഷൻ ആയിരുന്നു എന്നും അതേസമയം ഇന്നർ കോർട്ട്യാർഡ് മുസ്ലിംസിന് മാത്രമായിരുന്നു ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നതെന്നുള്ളതിന് ചരിത്രപരമായ തെളിവില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ 1045 പേജുള്ള വിധിന്യായമുണ്ട്. ഭൂരിപക്ഷത്തിന് നിലപാട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വിധിയായി ഇത് മാറിയിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ ആ വിമർശനം നടത്താൻ നമുക്കൊക്കെ അധികാരവുമുണ്ട്. ആ വിമർശനം നടത്താൻ ഭൂരിപക്ഷത്തിന്റെ നിലപാടിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് കോടതിക്ക് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലെ ഞാൻ താങ്കളിലേക്ക് വരാം. തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അനൂപ് വിആർ, നിങ്ങളെ സംബന്ധിച്ച ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് കാര്യമായിട്ട് തന്നെ പറയാണ്. കൃത്യമായിട്ട് പേജ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. സ്മൃതി സംസാരിക്കാൻ തയ്യാറാണോ? പറയൂ. പേജ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം സ്മൃതി. പേജ് നമ്പർ 911 എടുത്തു വെച്ച് നോക്കണം. ന്യൂ ഡോർ ഓർ നോർത്തേൺ സൈഡ് ഓപ്പൺഡ് ഇൻ അഡിഷൻ ടു ഈസ്റ്റ് സൈഡ്. ഒരു മിനിറ്റ്. After all, the bench itself had concluded the Babri Masjid had been standing at that site for more than 500 years. That there was no evidence that the mosque was built by demolishing any temple, and that Muslims used to worship in it till 1949, when the idols of
Hindu gods and goddesses were smuggled into it, which was called a crime. The court was വായിക്കാതെ അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രം തകർത്തു പണിഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ മുകളിൽ പണിഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ശരി, മുസ്ലിം വിഭാഗത്തിന്റെ എന്നാണോ വന്നിരിക്കുന്നത്? വേക്കന്റ് ലാൻഡ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ആരാധന നടത്തിയെന്ന് ആരാണ്? ക്ഷേത്രം ഉണ്ടായിരുന്നതിന് തെളിവില്ല എന്ന് കോടതി പറയാണ്. പിന്നെ താങ്കൾ എന്ത് അവകാശവാദമാണ് ഉന്നയിക്കുന്നത്? ഇവിടെ അന്തിമ വിധി വന്ന കാര്യത്തിൽ കോടതി പറഞ്ഞത് 8-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ക്ഷേത്രപരമായ സ്ട്രക്ചർ നിലനിന്നതിന് തെളിവുണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അല്ലാണ്ട് ക്ഷേത്രം നിലനിന്നിരുന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് ക്ഷേത്രം തകർത്താണ് ഇത് പണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ക്ഷേത്രം ഇല്ലായിരുന്നു എന്നുള്ളതിന് തെളിവില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതിക്കറിയില്ല 500 വർഷമായി നിൽക്കുന്ന ജഡ്ജിമാരല്ലോ. ശ്രീ യുവരാജ് ഗോകുൽ, 500 വർഷം ആരാധന നടത്തിയ ആരാണെന്ന് പറയൂ. അത് തെളിവുള്ള കാര്യം. 500 വർഷം ആരാധന നടത്തിയ ആരാണ്? ഹിന്ദുക്കളും നടത്തിയിട്ടുണ്ട്. കോടതി വിധി തന്നെ പറയുന്നുണ്ടല്ലോ, ഗുരുനാനക് അവിടെ പോയ കാര്യം. 1510 1511 കാലഘട്ടങ്ങളിൽ അദ്ദേഹം അവിടെ പോയിട്ട് ആരാധന നടത്തിയ കാര്യം പറയുന്നുണ്ടല്ലോ. 500 വർഷം ആരാധന നടത്തിയത് മുസ്ലിങ്ങളാണ് എന്ന് ആ കോടതി പറയുന്നുണ്ട്. 500 വർഷത്തെ തെളിവുണ്ട്. കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട്. ഫാദർ ജോസഫ് എന്ന് പറയുന്ന ഫാദർ ജോസഫ് എന്ന് പറയുന്ന ഒരു വൈദികന്റെ, ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ വാക്കുകളെ ഉദ്ധരിച്ചിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. 1766 1771 ഇടയിൽ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം പിന്നീട് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ ഫാദർ പറയുന്നുണ്ട് അവിടെ ഹിന്ദുക്കള് പൂജ നടത്തുന്നുണ്ടായിരുന്നു എന്ന്. ഹാദിത്തി സേവ എന്ന് പറയുന്ന മിർസ ജാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിന്റെ അകത്ത് പറയുന്നുണ്ട് ഹിന്ദുക്കൾ അവിടെ പൂജ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് തർക്കമന്ദിരമായാണ് എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്നത്. നിങ്ങൾ 500 വർഷത്തെ കാര്യം പറയുമ്പോൾ 500 വർഷത്തെ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. 1856 മുതൽ അവിടെ കൃത്യമായിട്ടും ഔട്ടർ കോട്ടയാട് ഹിന്ദുസിന്റെ മാത്രം എക്സ്ക്ലൂസീവ് പൊസിഷൻ ആയിരുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. കോടതിയുടെ കൺക്ലൂഷൻ പറയൂ. കോടതിയുടെ കൺക്ലൂഷൻ ആണ് വന്നത്. എന്താണ്? ആ സ്ഥലം ശ്രീരാമ ജന്മഭൂമി ആയിരുന്നു, അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ കാര്യം. അത്രേ ഉള്ളൂ. ക്ഷേത്രം പണിയാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അന്തിമ വിധിയുടെ വാചകം കൂടി വായിക്കൂ. വേറെ ചിലത് വായിച്ചല്ലോ, അതുകൂടി വായിക്കൂ. അന്തിമ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്ഥലം കാലങ്ങളായിട്ട് അത് ഹിന്ദു ക്ഷേത്രത്തിന്റെ മുകളിൽ പണിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന തെളിവ് കോടതിക്ക് കിട്ടിയിട്ടില്ല. അവിടെ തെളിവുണ്ടായിരുന്നത് 500 വർഷത്തെ തെളിവാണ്. അത് ഒത്തുതീർപ്പ് വിധിയാണ് വന്നിട്ടുള്ളത്. പരിഹരിക്കുക എന്നുള്ളതാണ് കോടതി. താങ്കൾ ഇങ്ങനെ അവസാനത്തെ വരി താങ്കൾ യുവരാജ് ഗോകുൽ 1949 എത്തിയാൽ മതി. 1949 തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എത്തിയാൽ മതി. 12ാം നൂറ്റാണ്ടിലുള്ള ക്ഷേത്രത്തിന്റെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.